ഷാബാൻ മാസം വലിയ പുണ്യമുള്ള മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന നിർദ്ദേശം വന്ന മാസമാണ് ഷാബാൻ. ഖിബിലയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന നിർദ്ദേശം വന്ന മാസമാണ് ഷാബാൻ. ആ ഷാബാൻ മാസം റമദാനിൻ്റെ നേരെ തൊട്ട് മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ച് റമദാനാകുന്ന ഒരു വലിയ അതിഥി നമ്മിലേക്ക് വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയമായ ശുദ്ധീകരണം നേടാൻ വേണ്ടി അള്ളാഹു തആല തന്നിട്ടുള്ള ഒരു മഹത്തായ മാസമാണ് ഷാബാൻ മാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഫമൻ ദഖല അലൈഹി ഷഅബാനു, ഷഅബാൻ മാസം കടന്നു വന്നാൽ വഖദ് ബഖിയ അലൈഹി മിൻ നവാഫിലി സിയാമിഹി ഫിൽ ആമി, ഈ കൊല്ലത്തെ സുന്നത്ത് നോമ്പ് വല്ലതും വിട്ടുപോയവരുണ്ടെങ്കിൽ ഉസ്തുഹിബ ലഹു ഖളാഉഹാ ഫീഹി, ഈ ഷഅബാനിൽ ആ സുന്നത്ത് നോമ്പുകൾ ഖളാ വീട്ടൽ പുണ്യമാണ്. ഹത്താ യുകമ്മില നവാഫില സിയാമിഹി ബൈന റമദാനൈനി, കഴിഞ്ഞ റമദാനിൻ്റെയും ഈ റമദാനിൻ്റെയും ഇടയിലുള്ള സുന്നത്ത് നോമ്പുകൾ വിട്ടുപോയവർ ആ സുന്നത്ത് നോമ്പുകൾ നിർവഹിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ സുന്നത്ത് നോമ്പൊക്കെ ഞാൻ പൂർത്തീകരിച്ചു എന്ന് വരാൻ വേണ്ടി. വമൻകാന അലൈഹി സയ്യും മിൻ ഖളാഇ റമദാന, കഴിഞ്ഞ റമദാനിലെ വല്ല നോമ്പ് ഫർദായ നോമ്പ് ഖളാ ഉള്ളവരാണെങ്കിൽ വജബ അലൈഹി ഖളാഹു, അവൻ ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. മഅൽ ഖുദ്റത്തി, കഴിവുണ്ടെങ്കിൽ വലാ യജൂസു ലഹു തഖീറുഹു ഇലാ മാ ബഅദ റമദാന ആഖറ ഗൈറു ദറൂറത്തിൻ, അനിവാര്യ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ റമദാൻ വരെ പിന്തിക്കാൻ പറ്റൂല. റമദാനിന് മുമ്പ് ഉജൂബായ വല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും ഖളാ വീട്ടി കഴിക്കേണ്ടതാണ്. ഇനിയോ അങ്ങനെ ഒരാൾക്ക് വല്ല രോഗകാരണത്താലോ മറ്റോ അങ്ങനെ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അടുത്ത റമദാനിൻ്റെ ശേഷം അതെന്തായാലും ഖളാ വീട്ടേണ്ടി വരും. അതോടുകൂടെ തന്നെ അകാരണമായിട്ടാണ് അവൻ ഒരു കൊല്ലമായിട്ടും നോമ്പ് ഖളാ വീട്ടാതെ സമയം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അവൻ അതിന് ഓരോ ദിവസവും ഖളാഇൻ്റെ കൂടെ ഓരോ മുദ്ദ് അരി കൊടുക്കുകയും ഇവിടെ മിസ്കീന്മാർക്ക് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മാലിക് ഇമാമുല്ലാഹു, ഷാഫി ഇമാമുല്ലാഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ആ അഭിപ്രായക്കാരാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ട ഒരു മാസമാണ് ഈ മഹത്തായ ഷഅബാൻ. അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്ത ഒരു മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ മാസം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിലെ നോമ്പിന് കൂടുതൽ പ്രയാസമില്ലാതിരിക്കാൻ ഷഅബാനിൽ കുറച്ച് നോമ്പെടുത്ത് കൂടുതൽ പരിചയം നേടുക എന്നതാണ്. നമ്മളൊരു ട്രയൽ നോക്കലുണ്ടല്ലോ, അതുപോലെ ഒന്ന് പരിചയം നേടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷഅബാൻ മാസം റമദാനിൻ്റെ ഒരു ആമുഖം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പലരും റമദാനായിട്ട് ഖുർആൻ ഓതണമെന്ന് തീരുമാനിച്ചവരുണ്ട്. റമദാൻ വരെ നമുക്ക് ആയുസ്സുണ്ടെന്നതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 22 വയസ്സുള്ള ചെറുപ്പക്കാരനായ ചെറിയ കുട്ടിയായ നമ്മുടെ സിദ്ദീഖ് മരണപ്പെട്ടു പോയത് നമ്മൾ കണ്ടു. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് റമദാൻ വരെ ഉണ്ടാകുന്ന തീരുമാനിച്ചിരിക്കുന്നതിന് യാതൊരർത്ഥവും ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധമായ ഷഅബാനിൽ തന്നെ മഹാന്മാരായ ആളുകൾ ചെയ്തു വന്നതുപോലെ ഷഅബാനിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത് വർദ്ധിപ്പിക്കണം. റമദാനിനെ എതിരേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, സുന്നത്ത് നോമ്പെടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക തുടങ്ങിയത് ഈ ഷഅബാനിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. റഹ്മാനായ അള്ളാഹുവിന് പുണ്യം ചെയ്യുന്നതിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ അതാവശ്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. പല മഹാന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്, ഇദാ ദഖല ശഅബാനു അകിബു അലൽ മസാഹിഫി ഫഖ്റഊഹാ, ഷഅബാൻ കടന്നാൽ നിങ്ങൾ പിന്നെ മുസ്ഹഫിൽ മുഖം കുത്തണം, മുസ്ഹഫ് നോക്കി ധാരാളം ഖുർആൻ ഓതണം. വഅഖ്റജൂ സകാത അംവാലിഹിം, അതുപോലെ വഅഖ്റജൂ സകാത അംവാലിഹിം കാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളായ മുൻഗാമികൾ അങ്ങനെയാണ്. അകബ്ബു അലൽ മസാഹിഫി, അവർ ഖുർആനിൽ മുഖം കുത്തി ഖുർആൻ ധാരാളം ഓതുകയാണ്. വഅഖ്റജൂ സകാത അംവാലിഹിം, അവരുടെ സ്വത്തുക്കളെ സകാത്തൊക്കെ കണക്ക് കൂട്ടിയവർ കൊടുക്കുകയാണ്. അതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്, തഖ്വിയത്തൽ ളിളാഇഫി വൽ മിസ്കീൻ അലാ സിയാമി റമദാൻ, റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി
ദുർബലന്മാരായ ആളുകൾക്കും സാധുക്കൾക്കുമൊക്കെ സാമ്പത്തിക സഹായം നേരത്തെ തന്നെ എത്തിച്ചു കൊടുക്കുക എന്ന നിലക്ക് ശഅബാനിൽ തന്നെ സക്കാത്ത് കൊടുക്കുക എന്നത് പൂർവികരായ മഹാന്മാർ പതിവാക്കി വന്നിട്ടുള്ളതാണ്. ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത് നമുക്ക് അവഗണിച്ചു വിടാനുള്ളൊരു മാസമല്ല. നാം സൽക്കർമ്മങ്ങളിലേക്ക് ചാടി ഇറങ്ങി അതിൽ തന്നെ പുണ്യം കാണേണ്ട ഒരു മാസമാണ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിഞ്ഞ റജബ് മാസവും വലിയ പുണ്യമുള്ള മാസമായിരുന്നു. നാം അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹസൻ ഇബ്നു സഹ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാൻ യാ റബ്ബി ജഅൽതനി ബൈന ശഹ്റൈനി അളീബൈനി ഫമാലി. ശഅബാൻ മാസം അല്ലാഹുവോട് ചോദിച്ചു, അപ്പുറത്ത് റജബ് അതൊരു വലിയ പുണ്യമാസമാണ്, ആ മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ഇപ്പുറത്ത് റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇത് രണ്ടിൻ്റെ ഇടയിലാണല്ലോ പടച്ചവനെ എന്നെ നീയാക്കിയത്, എനിക്കെന്താണ് എന്ന് ചോദിച്ചു ശഅബാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ടായി, ജഅൽതു ഫീക ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതുക എന്നത് നിന്നിൽ നമ്മളാക്കി വെച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഖുർആൻ ധാരാളമായി ശഅബാനിൽ ഓതണം. അതിന് നമ്മൾ അവസരം കാണണം. നല്ല സമയങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യമായി നമുക്ക് തന്ന പുണ്യദിനങ്ങൾ, പുണ്യസമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ശഅബാനിൽ 15-ാം രാവിനാണ് ബറാത്ത് രാവ് എന്ന് പറയാറുള്ളത്. അത് വലിയ പുണ്യമുള്ളൊരു രാത്രിയാണ്. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള രാത്രിയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ആ ശഅബാനിൻ്റെ 15-ാം രാവ് അന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക, സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൻ്റെ പുറമെ മഗ്രിബ് ഇശാഇൻ്റെ ഇടയ്ക്ക് ഒരു 3 യാസീൻ ഓതുക. ഇതെല്ലാം മുൻഗാമികളായ മഹാന്മാർ ചെയ്തു വന്നിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. സൂറത്ത് യാസീൻ ഒരു സാധാരണ സൂറത്തല്ല. സൂറത്ത് യാസീൻ ഓതിയാൽ ഏത് ഉദ്ദേശവും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പല മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന ബിസിനസ്സുകളിൽ, ജോലികളിൽ, ആയുസ്സിൽ എല്ലാം ബർക്കത്തുണ്ടാകാനും നമ്മുടെ ഭക്ഷണത്തിലും പാനീയത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളിലും ആരോഗ്യത്തിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകാനും നമുക്ക് അവസാനം ആഖിബത്ത് നന്നാകാനും ഒക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് 3 യാസീൻ ഓതുന്ന പതിവ് മഗ്രിബ് ഇശാഇൻ്റെ ഇടയ്ക്ക് മുൻഗാമികളായ സ്വാലിഹികൾ പതിവാക്കിയിട്ടുണ്ട്. ആ പതിവ് നമ്മളും തുടരാൻ വേണ്ടി ശ്രമിക്കണം. നല്ല പുണ്യ രാവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുകൂടി ഈ സമയത്ത് പറയാണ്. ഞാൻ ചുരുക്കുന്നു. മദാറജബുൻ വമാ അഹ്സൻത ഫീഹി ഫഹദാ ശഹ്റു ശഅബാനൽ മുബാറക്. റജബ് മാസം കഴിഞ്ഞു പോയി. ആ റജബിൽ വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതനുഗ്രഹീതമായ ശഅബാൻ മാസമാണ്. ഫയാമൻ വയ്യൽ ഔഖാത ജഹ്ല ബിഹുർമതിഹാ അഫിഖ് വഅദർ ബവാറക്. ഓ മോനെ, വിവരമില്ലാതെ ബുദ്ധിയില്ലാതെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയവനെ, ഇതിൻ്റെ മഹത്വം അറിയാതെ നീ ഇനിയും ഉണരാതിരിക്കരുത്. നീ ഉണരണം. നീ അതാ ബറക്കത്തുള്ള ദിവസങ്ങൾ നീ സ്വീകരിക്കണം. അത് നഷ്ടപ്പെടുത്തുന്നതിനാലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണം. فسوف تفارق اللذات قهرا ويخلي الموت كرها منك دارك. നിന്റെ എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണം നിന്നെ പിടികൂടും. അതേ, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, നീ തീരുമാനിച്ചിട്ടല്ല. മരണം നിന്നെ കാലിയാക്കാതിരിക്കൂല. തദാറക് മസ്തതഅത മിനൽ ഖതായാ ബിതൗബതി മുഖ്ലിസിൻ വജഅൽ മദാറക്. അതുകൊണ്ട് ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകൾക്കും നീ പടച്ചവനോട് മനസ്സിൻ്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകണം. അലാ തലബി സലാമതി മിൻ ജഹീമി ഫഖൈറു ദവിൽ ജറായിമി മൻ തദാറക്. തെറ്റുകൾ വന്നു പോയവരിൽ ഏറ്റവും ഉത്തമന്മാർ ജഹീമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വന്നുപോയ അപാകതകളിൽ ഖേദം പ്രകടിപ്പിച്ച് റബ്ബിനെ കൊണ്ട് തെറ്റുകൾ മാപ്പാക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. ഈ നല്ല നല്ല രാത്രികൾ, സമയങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ജീവിതത്തിൽ കഴിഞ്ഞുപോയ അപാകതകളും തെറ്റുകളുമൊക്കെ തിരുത്തി റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ഖേദം പ്രകടിപ്പിക്കണം. എപ്പോഴാണ് വേർപാടെന്നറിയില്ലല്ലോ, അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ടല്ലോ.
പരിശുദ്ധമായ റജബിൻ്റെ അതേ പരിശുദ്ധമായ ശഅബാനിൻ്റെ 15-ാം രാവാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനം നടത്തുന്നത്, ഞാനവർക്ക് പൊറുക്കാമല്ലോ. ആരാണ് എന്നോട് റിസ്ക് തേടുന്നത്, ഞാനവന് കൊടുക്കാമല്ലോ. അലാ മുബ്തലൻ, ആരാണ് പ്രയാസമുള്ളവൻ, എന്നോട് ആ പ്രയാസം തീർത്തു കൊടുക്കാൻ പറയുന്നത്, ഞാൻ അവന് ഞാൻ സൗഖ്യം കൊടുക്കാമല്ലോ. അലാ കദാ അലാ കദാ ഹത്താ യത്ലുൽ ഫജ്ർ, സുബ്ഹി വരെ പടച്ച റബ്ബിന്റെ കാരുണ്യം ഇറങ്ങുന്നു. അവനതാ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നീങ്ങാൻ, തൗബയിലേക്ക് നീങ്ങാൻ, ചോദിച്ചു വാങ്ങാൻ പ്രചോദനം നൽകുന്നു. ആ മഹത്തായ രാത്രിയിൽ സൊറ പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം, അനാവശ്യ സംസാരങ്ങൾ നടത്തുന്നതിന് പകരം എല്ലാവരും മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തൗബ ചെയ്യുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. 2-3 ദിവസം മുമ്പ് റജബ് 27 അന്ന് രാത്രി നാദാപുരത്തുള്ള ഒരാൾ എനിക്ക് വാട്സപ്പിൽ അദ്ദേഹം ഒരു സംശയം വിട്ടു. അദ്ദേഹം പറയുന്നത് റജബ് 27 നോമ്പ് ബിദ്അത്താണ് എന്ന് പുത്തൻവാദികൾ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കൊന്നും പറയണ്ടേ, പറഞ്ഞു തരണോ എന്നാണ് അയാൾ പറയും. ഞാനിങ്ങനെ ആലോചിച്ച് എന്തൊരു നാശാണ് ഡീറ്റെയിലും കൊണ്ട് ഒരു നോമ്പ് വെക്കുന്നുണ്ട്, അതും ഇല്ലാണ്ടാക്കുക. എല്ലാ നാശവും വലിച്ചിടുന്ന ഒരു ടീം. ഒരാളൊരു നോമ്പെടുത്ത ഇവനെന്താ മോശം, ഇവനിക്കെന്താ വരിക, അത് ബിദ്അത്താണ് അവൻ്റെ വകലേക്ക് പ്രഖ്യാപിക്കാൻ. റജബ് 27 എന്നല്ല, എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ റജബ് 27 മാത്രം സുന്നത്തില്ലായിരിക്കും, അവനെങ്ങനെ ബിദ്അത്താകുക? അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. എല്ലാ മാസവും 27, 28, 29, 30, 30 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ അതിനെ റജബ് 27 മാത്രം നോമ്പ് സുന്നത്തില്ലായിരിക്കുക. അതിൻ്റെ പുറമെ റജബ് 27 അത് മിഅ്റാജിൻ്റെ ഒരു ദിനവും കൂടി ആയതുകൊണ്ട് ആ നോമ്പിൻ്റെ പ്രതിഫലത്തിൽ ക്യാരറ്റ് കൂടുന്നുണ്ട്, കൂടുതൽ പ്രതിഫലമുണ്ട്, ആ ഒരു അഡ്രസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും അന്ന് നോമ്പ് എടുക്കണ്ടെന്ന് ആരും പറഞ്ഞില്ല. അതിനെ നിഷേധിക്കുന്നത് വിവരക്കേടാണ്. ഇതുപോലെ എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണെങ്കിലും ഒരു തർക്കമില്ല. എന്തായാലും 15 നോമ്പെടുക്കണം. പിന്നെ അതിൻ്റെ പുറമേ അതിൽ ഈ ഒരു രാവിൻ്റെ പകലായതുകൊണ്ട് ആ വകയിലും നോമ്പെടുക്കൽ സുന്നത്ത് കൂടുതൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും നോമ്പെടുക്കണോ എന്ന് തർക്കമില്ല. അതുകൊണ്ട് ശഅബാൻ 15 നോമ്പ് ആരെങ്കിലും എടുക്കുമ്പോൾ മുടക്കികളുണ്ടാവും. ദുനിയാവട്ടാകണ്ടി മുടക്കികൾ എന്ന് പറഞ്ഞ സാധനം എന്ത് നല്ല ആരും മുടക്കുക. ഒന്നാമത്തെ മുടക്കീൻ്റെ പേര് ഇബ്ലീസ് എന്നാണ്. ഇബ്ലീസാണ് വലിയ മുടക്കി. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ കുറച്ചും കൂടി കിടന്നോന്ന് പറയാം, മുടക്കിയാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ സമ്മതിക്കില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എണീച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ നമ്മൾ തഹജ്ജുദ് മുടക്കി. ദുആ നിസ്കരിക്കുമ്പോൾ അത് കുറച്ച് അങ്ങോട്ടെത്തിയിട്ട് നിസ്കരിക്കാൻ പിന്നെ അങ്ങ് മറന്നു പോകും, പിന്നെ അതുണ്ടാവില്ല, മുടക്കിയാണ്. അങ്ങനെ എല്ലാം മുടക്കുക. അങ്ങനെയാണല്ലോ ഈ ഇബ്ലീസിൻ്റെ ഒരു ഏർപ്പാട്, മുടക്കിയാണ്. എല്ലാ ഹൈറും മുടക്കുക, മന്നാഉലിൽ ഹൈർ, നന്മയെ മുടക്കുക. ആ ഇബ്ലീസിൻ്റെ ഏജൻസി പണിയെടുത്ത കുറേ ആൾക്കാരുണ്ട്. അവരെ പരിപാടിയാണ് എല്ലാം മുടക്കുക, എല്ലാ അമലും മുടക്കുക. 27 നോമ്പ്, കൊല്ലത്തിലൊരു 27 നോമ്പ് കിട്ടും, അതുകൂടി ഇല്ലാണ്ടാക്കുക. കൊല്ലത്തിലൊരു 15 നോമ്പ്, അതുകൂടി ഇല്ലാണ്ടാക്കുക. ഇങ്ങനെ മുടക്കികളുടെ ഒരു ലോകമാണ്. ഈ മുടക്കികളെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളും മുൻഗാമികളായ മഹാന്മാരും പഠിപ്പിച്ച അതേ ആശയത്തിലും ആദർശത്തിലുമായി നമ്മുടെ ജീവിതം നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം മുടക്കുകൾ അവർ അള്ളാഹുവിന് എന്തെല്ലാമോ പറഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാമോ പറഞ്ഞ്, ആരെയും എന്ത് പറയുന്നതിന് അവർക്കൊരു മടിയില്ല. ഏതാൾ എന്തും പറയും. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പിഴവ് പറ്റിയ ആളാണ് എന്ന് പറയുന്നവർക്ക് പിന്നെ ലോകത്തുള്ള ആലിമീങ്ങളൊക്കെ പേച്ചവരാണെന്ന് പറയുന്നതിന് വല്ല മടിയുണ്ടാവുമോ? ഒരു മുടക്കം ഉണ്ടാവില്ല. പെങ്ങളുടെ ഈ അടുത്ത് ഒരു ചങ്ങാതി പറഞ്ഞ് എന്താണ് പ്രസവിച്ച ഉടനെയുള്ള കുട്ടീൻ്റെ ചവിട്ടിയിൽ ബാങ്ക് കൊടുക്കണ്ടാന്ന്. സുബ്ഹാന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു അക്ബർ, അള്ള വലിയവനാണ് എന്ന് ആ കുട്ടീൻ്റെ ചവിട്ടിയിൽ പറഞ്ഞുകൊണ്ട് ഇവനിക്കെന്താ മോശം? അള്ള വലിയവനാണെന്നല്ലേ ഈ കുട്ടീൻ്റെ ചവിട്ടിൽ ആദ്യം കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവനിക്കെന്താ ദോഷം വരാൻ? അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ദിക്റൊക്കെ കുട്ടി ആദ്യം തന്നെ കേട്ടാൽ ഇവനെന്താ മുടക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ ചവിട്ടിൽ ബാങ്ക് കൊടുത്തില്ലേ? സഹാബത്ത് കൊടുത്തില്ലേ? ഇമാമികൾ മുഴുവൻ കൊടുത്തില്ലേ? ലോകോട്ടാകെ കൊടുത്തു വരുന്നില്ലേ? ഇതെന്തിനാ മുടക്കാൻ പോകുന്നൊരു മനുഷ്യൻ?
അതാണ് ഞാൻ പറഞ്ഞത് മുടക്കികൾ എന്ന് പറഞ്ഞത്. ഈ മുടക്കികൾ, ആ മുടക്കികൾ നമ്മുടെ നോമ്പും മുടക്കും, നിസ്കാരവും മുടക്കും, ഖുർആനോത്തും മുടക്കും, എല്ലാം മുടക്കും. ഒരു മരിച്ചവരെന്ന് ഒരാൾ മുസ്ലിം എടുത്തോതാണ് മുടക്കി, ഹേ അത് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ഇപ്പോൾ ഖുർആനോത്ത് എന്താ വരിക? നമ്മുടെ ഇസ്മായിൽ ഹാജി പറഞ്ഞു പണ്ട്, കടഞ്ഞിയിലുണ്ട് ഒരു ഇസ്മായിൽ ഹാജി, അയാളെ ചെറിയ കുട്ടിയിലോട് സ്കൂളിൽ നിന്നൊരു മാഷ് പറഞ്ഞ് മരിച്ച പോരെന്ന് ഖുർആൻ ഓതാൻ പറ്റൂല. അവൻ എന്താന്ന് ചോദിച്ചു കുട്ടി. അപ്പോൾ കുട്ടികളോട് ആൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിയതായിട്ട് തെളിവൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഇസ്മായിൽ ഹാജിനോട് പറഞ്ഞു, ഉപ്പാപ്പ ഉസ്താദ് ഈ മാഷ് പറഞ്ഞിന് മരിച്ചവരേത് ഖുർആൻ ഓതാൻ പറ്റൂല. അതെന്താ മോനെ ചോദിച്ചു, റസൂൽ അങ്ങനെ ഓതിയിട്ടില്ല. അപ്പോൾ ഈ ഇസ്മായിൽ ഹാജി പറഞ്ഞു, നിങ്ങൾ നാളെ നീ പോയിട്ട് മാഷോട് ചോദിക്കണോ അടുക്കളയിൽ നിന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കണോ. അപ്പോൾ പിറ്റേന്ന് ഈ കുട്ടീനോട് എന്നിട്ട് പറഞ്ഞ് പറ്റൂന്ന് പറഞ്ഞാൽ അഞ്ഞ് ചോദിക്കണം, റസൂൽ അടുക്കളയിൽ നിന്ന് ഓതിയതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കണമെന്നാണ്. അങ്ങനെ ഇവൻ പിറ്റേന്ന് ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലോ, അവർക്ക് വല്ല അവരാവശ്യമില്ല. മാഷ് വന്ന് കയറുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഒന്നുമില്ല, മാഷെ അടുക്കളയിൽ നിന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ മാഷ് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഖുർആൻ ഒന്നിനും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുട്ടിയോടെ ചോദിച്ചു, റസൂൽ അങ്ങനെ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മാഷ് കുടുങ്ങിയില്ലേ, ഓതാന്ന് ആദ്യം പറയുകയും ചെയ്ത്, ഇപ്പാണ് റസൂൽ അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ ഹദീസും ഇല്ല, മാഷ് കുടുങ്ങിയില്ലേ. അപ്പോൾ കുട്ടി ചോദിച്ചാൽ ഓതിയതിന് തെളിവൊന്നുമില്ലല്ലോ, എനിക്ക് ഓതാന്നല്ലേ നിങ്ങൾ പറഞ്ഞു, പിന്നെ എന്താ മരിച്ചിട്ടുണ്ടോ ഒന്നേന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരു അഹമ്മദ് ഹാജി ഒരു ദിവസം മരിച്ച പോലെ ഖുർആൻ ഓതാൻ വേണ്ടി മുസൈബെടുത്ത് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വേണ്ടി ഓതണ്ടാന്ന്. എന്താന്ന് ചോദിച്ചു, മരിച്ചാക്ക് ഗുണമൊന്നും കിട്ടൂല ഓതിയാലെന്ന്. അപ്പോൾ അഹമ്മദ് ഹാജി ചോദിച്ചു, ഓന്നാക്ക് ഗുണം കിട്ടുമോ മോനെന്ന് ചോദിച്ചു. കിട്ടുമോ, പിന്നെ നീ എന്തിനാ മുടക്കുന്നതെന്ന് ചോദിച്ചു അഹമ്മദ് ഹാജി. എന്തായാലും ഗുണം കിട്ടുമെന്ന് ഉറപ്പല്ല, പിന്നെ ഇതിനെ മുടക്കാമത്. അപ്പം എല്ലാം മുടക്കുക. ഈ മുടക്കികളെ കൊണ്ട് എന്തോ ഒരു നാശാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എല്ലാ അമലും മുടക്കുക. നിസ്കാരത്തിന് ദ്വാരക്കുന്നുണ്ടോ ആമീൻ പറയുന്നത് മുടക്കുക, ഒരാൾ ഫാത്തിഹ ദ്വാരക്കുന്നുണ്ടോ ആമീൻ പറയുന്നത് മുടക്കുക, സലാത്ത് ചെല്ലുന്നുണ്ടോ അത് മുടക്കുക, ദിക്ർ ചെല്ലുന്നുണ്ടോ അത് മുടക്കുക. ഈ മുടക്കികളായിട്ട് കുറേ എണ്ണത്തിന് അള്ളാഹു തആല പഠിച്ചിട്ടുണ്ട്. അത് ഇബ്ലീസിൻ്റെ ഏജൻസി പണിയാണ്, അവരെ ജോലി അതാണ്. എല്ലാ ഹൈറും മുടക്കുക എന്നുള്ളതാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾ എപ്പോഴും ഖുർആനിൽ അള്ളാഹ് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം അവനെത്തിക്കും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അവൻ്റെ ദൂഷ്യവശം അവനെത്തിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അതിനാണ് ചിന്തിക്കേണ്ടത്, അതിലാണ് ജീവിതം നയിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ മജ്‌ലിസുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ സംരംഭങ്ങൾ, നമ്മുടെ എല്ലാ പരിപാടികളും റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനും മരിക്കാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ എന്തപാകതകൾ വന്നുപോയിട്ടുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ.